ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിൽ പല ആൾക്കാരും ട്രെയിനിൽ എവിടേക്കെങ്കിലും യാത്ര പോകാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കാറുണ്ട്. ഇതിനായി നമ്മൾ അക്ഷയ സെൻറ്ററിലോ ജനസേവന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ട്രാവൽസിലോ അതുമല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ക്യൂ നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിനായി IRCTCയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിലൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് IRCTCയിൽ നിന്ന് ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് IRCTCയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് IRCTCയിലെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ IRCTCയിൽ നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്തെടുക്കാം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതിനായി IRCTC ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഫുൾ നെയിം IRCTC റെയിൽ കണക്ട് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ലോഗിൻ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ രജിസ്റ്റർ യൂസർ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ ഇമെയിൽ ID എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ യൂസർ നെയിം എന്ന ഭാഗത്ത് ഇതിൽ ഓൾറെഡി ഇല്ലാത്ത നമ്മുടെ ഒരു പുതിയ പേരിലുള്ള യൂസർ നെയിം സ്മോൾ ലെറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിനിടയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൽ ആൽഫബേറ്റ്സ് നമ്പർ ഉൾപ്പെടുന്ന പാസ്വേഡ് കൊടുത്താൽ മതി. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള പാസ്വേഡ് കൊടുക്കേണ്ടതില്ല. അതുപോലെ അതിൻ്റെ ഇടയിൽ കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് അതേ പാസ്വേഡ് തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. സാധാരണ എല്ലാവർക്കും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ നാഷണാലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പിൽ ഇന്ത്യ ഷോ ഓൾ 2 ഓപ്ഷൻ കാണും. അതിൽ നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ ഇടയിൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്ട് ഈസ് യുവർ പെറ്റ് നെയിം എന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. അതിൽ സെക്യൂരിറ്റി ആൻസർ എന്ന ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഈ IRCTC അക്കൗണ്ടിലെ പാസ്വേഡ് എപ്പോഴെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ അത് ഫോർഗെറ്റ് ചെയ്ത് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് സെക്യൂരിറ്റി ആൻസർ ആണ്. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, മറക്കാൻ പാടില്ല. അതിനിടയിൽ ഒക്യുപ്പേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പപ്പിൽ നമ്മുടെ തൊഴിൽ എന്താണ് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പബ്ലിക് എന്ന് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മെറിറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പോപ്പപ്പിൽ നമ്മൾ അൺമേരിഡ് ആണോ മാരീഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ അൺമേരിഡ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിലിവിടെ ഒക്യുപ്പേഷനും മെറിറ്റൽ സ്റ്റാറ്റസും കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷനിലാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ റെസിഡൻസ് അഡ്രസ് എന്ന ഭാഗത്ത് നമ്മുടെ താമസ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കോപ്പി റെസിഡൻസ് അഡ്രസ് ടു ഓഫീസ് അഡ്രസ് എന്ന അവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് റെസിഡൻസ് അഡ്രസ്സ് ഓഫീസ് അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പോപ്പായിട്ട് ഒരു ക്യാപ്ച വരും. അതിൽ പറയുന്ന ഫോട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ ബ്രിഡ്ജസ് ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് താഴെ വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫൈ ആയിക്കോളും. അതിനിടയിൽ സ്ട്രീറ്റ് എന്ന ഭാഗത്ത് നമ്മുടെ തെരുവ് എവിടെയാണ് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഏരിയ എന്ന ഭാഗത്ത് നമ്മുടെ പ്രദേശം എവിടെയാണ് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഓപ്ഷനാണ്, ഇതൊക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനിടയിൽ സെലക്ട് കൺട്രി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പോപ്പപ്പിൽ ഇന്ത്യ ഷോ ഓൾ 2 ഓപ്ഷൻ കാണും. അതിൽ നമ്മുടെ കൺട്രി ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. തുടർന്ന് അതിൻ്റെ ഇടയിൽ പിൻകോഡ് എന്ന ഭാഗത്ത് നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ സിറ്റി എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫെച്ച് ആയിട്ട് നമ്മുടെ സിറ്റി വരും, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ സ്റ്റേറ്റ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് കേരളയാണ്, അപ്പോൾ ഇവിടെ കേരള എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ പോസ്റ്റ് ഓഫീസ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. അവസാനം അതിനിടയിൽ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ശേഷം ഇതിൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു പോപ്പ് മെസ്സേജ് വരും. അതിൽ കൺഗ്രാജുലേഷൻസ് യൂസർ രജിസ്റ്റർഡ് സക്സസ്ഫുള്ളി, വെരിഫൈ യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ടു എൻജോയ് അവർ സർവീസസ് എന്നൊക്കെ എഴുതിയിട്ട് പ്ലീസ് ലോഗിൻ ടു വെരിഫൈ യുവർ അക്കൗണ്ട് എന്നൊക്കെ എഴുതിയിട്ട് കാണാം. അങ്ങനെ ഇവിടെ നമ്മുടെ IRCTCയിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ലോഗിൻ ചെയ്തിട്ട് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിന് ഓക്കെ അടിച്ചിട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഈ സൈൻ ഇൻ പേജ്, അതായത് ലോഗിൻ പേജിൽ യൂസർ നെയിം എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത നമ്മുടെ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനിടയിൽ ലോഗിൻ ആൻഡ് ബുക്കിംഗ് വിത്ത് OTP എന്നൊരു ബോക്സ് കാണാം, അത് ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ദ ക്യാപ്ച എന്ന ഭാഗത്ത് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട്, അതായത് വലിയ അക്ഷരം ചെറിയ അക്ഷരമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് സേവ് ചെയ്യാനുള്ള പോപ്പ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്കത് സേവ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. അടുത്തത് ഇങ്ങനൊരു പേജിലേക്ക് എത്തും. ഇവിടെ സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ ഫോൺ നമ്പറിലേക്കും ഇമെയിലിലേക്കും OTP വരാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനായിട്ട് അവിടെ സെൻഡ് OTP എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനായി എൻ്റർ OTP സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP നമ്മൾ അവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എൻ്റർ OTP സെൻഡ് ടു യുവർ ഇമെയിൽ ID എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിലിലേക്ക് വന്ന OTP നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന വെരിഫൈ യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് കൺഗ്രാജുലേഷൻസ് OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഫോർ ദി യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോപ്പ് മെസ്സേജ് വരും. ആ ഒരു സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത IRCTC അക്കൗണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ വെരിഫൈ ആയിട്ട് വരുന്നതാണ്. ഇപ്പോഴാണ് നമ്മുടെ IRCTCയിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് IRCTCയിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇത് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വരിക. ശേഷം ഈ ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ പേജ്, അതായത് ലോഗിൻ പേജിൽ യൂസർ എന്ന ഭാഗത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എൻ്റർ ദ ക്യാപ്ച എന്ന ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ ജനറേറ്റ് പിൻ എന്ന പേജിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ലോഗിൻ പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എൻ്റർ പിൻ എന്ന ഭാഗത്ത് നമ്മളൊരു 4 പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൺഫേം പിൻ എന്ന ഭാഗത്ത് അതേ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിനിടയിൽ ബയോമെട്രിക് ഒതൻറ്റിക്കേറ്റർ ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ പാറ്റേൺ ലോക്ക്, പിൻ ലോക്ക്, ഫിംഗർ പ്രിന്റ് ലോക്ക്, ഫേസ് ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ പിൻ സെറ്റ് ചെയ്യാം. ഇത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ പിന്നെ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ IRCTCയുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ട്രെയിൻ ടിക്കറ്റ് മാത്രമല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ഹോട്ടൽ തുടങ്ങിയവയൊക്കെ നമുക്കിവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം കാണുന്ന ട്രെയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ ആദ്യം കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രെയിൻ സെർച്ച് എന്ന ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ മുകളിൽ ഫ്രം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെയിന് കയറുന്ന റെയിൽവേ സ്റ്റേഷന് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കാസർഗോഡ് സെലക്ട് ചെയ്തു. അതുപോലെ 2 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ യാത്ര പോകുന്ന, അതായത് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് അവസാനം ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷന് സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആലുവ സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ട്രെയിൻ, ക്ലാസ്, കോട്ടൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് വേണ്ടത്, ഇപ്പോൾ AC ചെയർ അല്ലെങ്കിൽ സ്ലീപ്പർ ഏതാണ് വേണ്ടത്, അല്ലെങ്കിൽ ജനറൽ വേണം അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്ലീപ്പറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ജനറലോ സ്ലീപ്പറോ ഏതാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ ഡേറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഡേറ്റിനാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്ലെക്സിബിൾ വിത്ത് ഡേറ്റ്, ട്രെയിൻസ് വിത്ത് അവൈലബിൾ ബെർത്ത്, റെയിൽവേ പാസ് കൺസെഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കൺസെഷൻ, അതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന സെർച്ച് ട്രെയിൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മളിവിടെ സെലക്ട് ചെയ്ത ഡേറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ട്രെയിനുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള ട്രെയിന് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ എവിടെ മുതൽ എവിടെ വരെയുള്ള ട്രെയിൻ, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ പേര് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ മാവേലി എക്സ്പ്രസ് എന്ന ട്രെയിന് സെലക്ട് ചെയ്തു. അന്നേരം അല്പം ലോഡിംഗ് ആയിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടുന്ന് വീണ്ടും റീഡയറക്റ്റ് ആയിട്ട് സൈനിങ് പേജ് ഓപ്പൺ ആയിട്ട് വരും, അതായത് ലോഗിൻ പേജ്. ഇവിടെ നമ്മുടെ IRCTCയിലെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് വേണം ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ. അതിനായി ഇതിലിവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ IRCTC യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കാണുന്ന ക്യാപ്ച കോഡ് അവിടെ എൻ്റർ ദ ക്യാപ്ച എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ലോഗിൻ പിന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഭാഗം വരും. ഇതിലൂടെ ചേഞ്ച് ബോർഡിംഗ് സ്റ്റേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ബോർഡിംഗ് സ്റ്റേഷൻ നമുക്കിവിടെ കാണാം. അതിനിടയിൽ ആഡ് പാസഞ്ചർ എന്ന ഭാഗത്ത് ആഡ് ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അവിടെ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഏജ് എന്ന ഭാഗത്ത് നമ്മുടെ വയസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയിൽ ജെൻഡർ
എന്ന ഭാഗത്ത് നമ്മൾ മെയിലാണ് ഫീമെയിലാണ് ട്രാൻസ്ജെൻഡർ ആണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മെയിലാണ്, അപ്പോൾ മെയിൽ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നാഷണാലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പിൽ ഇന്ത്യ ഷോ ഓൾ 2 ഓപ്ഷൻസ് കാണും. അതിൽ നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. തുടർന്ന് അതിനിടയിൽ ബർത്ത് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഒരു പോപ്പ് വരും. ഇതിലൂടെ ബർത്ത് പ്രിഫറൻസിൽ നമുക്ക് വിൻഡോ സൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡ് നമുക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ലാസ്റ്റ് അടിയിൽ മീൽ പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഒരു പോപ്പപ്പ് വരും. അതിൽ നമുക്ക് ഫുഡ് പ്രിഫറൻസ് ഏതാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ കാണുന്ന ആഡ് പാസഞ്ചർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പാസഞ്ചർ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ആവുന്നതാണ്. അതുപോലെ വേറെ ആരെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനും ആഡ് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാസഞ്ചർ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് സെയിം രീതിയിൽ നമുക്ക് പാസഞ്ചർ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ കാണുന്ന ആഡ് പാസഞ്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ആവുന്നതാണ്. അതുപോലെ അതിൻ്റെ അടിയിൽ ആഡ് ഇൻഫാൻറ്റ് വിത്ത് ബർത്ത്, ആഡ് ഇൻഫാൻറ്റ് വിത്തൗട്ട് ബർത്ത് ഓപ്ഷനൊക്കെ ഉണ്ട്. അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പാസഞ്ചർ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് തന്നെ കൊടുത്താൽ മതി. കൂടാതെ അതിൻ്റെ ഇടയിൽ ഒതർ പ്രിഫറൻസ് എന്ന ഭാഗത്ത് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന ഓപ്ഷനിൽ ഒരു ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ നമുക്കത് ചെക്കിങ് ചെയ്ത് ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ പേയ്മെൻറ്റ് മോഡ് എന്ന ഭാഗത്ത് പേ ത്രൂ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ് ഓർ നെറ്റ് ബാങ്കിങ് ഓർ വാലറ്റ്സ് ഓർ ഓതേഴ്സ് ആൻഡ് പേ ത്രൂ ഭീം ഓർ UPI എന്നീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ പേ ത്രൂ ഭീം ഓർ UPI എന്നത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഏറ്റവും താഴെ കാണുന്ന റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡീറ്റെയിൽസ്, ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന എൻ്റർ ദി ക്യാപ്ച എന്ന ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു അലേർട്ട് വരും, അതിൽ താഴെ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന മേക്ക് പേയ്മെൻറ്റ് എന്ന പേജിൽ താഴെ പേ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ UPI ഉള്ള അക്കൗണ്ട് ഏത് ആപ്പാണ് അത് സെലക്ട് ചെയ്യുക. അതിപ്പോൾ PayTM, ഫോൺ പേയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. ശേഷം പ്രോസസ്സിംഗ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് വരും. ഇവിടെ നമ്മുടെ PayTMലായാലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേയിലൊക്കെ ആയാലും അത് ജസ്റ്റ് ഇങ്ങനെ കണക്റ്റ് ആകാൻ വരും. അപ്പോൾ അവിടെ നമ്മുടെ അതിലെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് OTP വരും, അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ OTP എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ UPI ID എൻ്റർ ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ താഴെ എൻ്റർ UPI നമ്പർ ഓർ UPI നമ്പർ എന്ന ഭാഗത്ത് UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേ എന്ന് പറയുന്ന ബട്ടന് പോപ്പപ്പ് ആയിട്ട് വരും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ UPI ID PayTMലോ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഫോൺ പേയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫോൺ പേ ഇവിടെ സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ സക്സസ് ആയിട്ട് വന്നാൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടുന്ന് നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ഇവിടുന്ന് ബാക്ക് വന്നിട്ട് നമ്മൾ IRCTC എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നുണ്ട്, അത് നമ്മൾ വായിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരെ ബാക്ക് വന്നിട്ട് ഈ IRCTC എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്കായിട്ടുണ്ടാകും. നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ട്രെയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന പേജിൽ മൈ ബുക്കിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ അപ്കമിങ് എന്ന ഭാഗത്ത് താഴെ ഞാനിപ്പം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് മാവേലി എക്സ്പ്രസ് എന്ന ട്രെയിൻ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്, അവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ ബുക്ക് ചെയ്ത ആ ട്രെയിൻ ടിക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ് ഇവിടെ ഓൺലൈനായിട്ട് ബുക്ക് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേയ്മെൻറ്റ് ചെയ്തു അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. 461 രൂപയായിട്ടുണ്ട്. 2 ആൾക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മുകളിൽ ഗാലറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിലേക്ക് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് സേവ് ചെയ്യാം. അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഷെയർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ PDF വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനും കൂടിയിട്ടാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അപ്പോൾ അവനാണ് ഞാനിപ്പോൾ സെൻഡ് ചെയ്തത്. ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ ട്രെയിൻ ടിക്കറ്റ് ഷെയർ ചെയ്യാം. എന്നിട്ട് ആ ഒരു ട്രെയിൻ ടിക്കറ്റ് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ട്രെയിൻ ടിക്കറ്റ് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് സൂം ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനിപ്പം ബുക്ക് ചെയ്ത ആ ഒരു ട്രെയിൻ ടിക്കറ്റാണ്. ഓക്കെ, ഞാനിവിടെ ബാക്ക് വന്നിട്ട് ഈ ആപ്ലിക്കേഷന് മുകളിൽ ജിമെയിലിൻ്റെ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ കൊടുത്ത ഇമെയിലിലേക്ക് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് സെൻഡായിട്ട് വരുന്നതാണ്.
പിന്നെ അവിടെ PDF ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് PDF ആയിട്ട് എടുക്കാം. പിന്നെ താഴെ QR കോഡൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആപ്ലിക്കേഷന് ബാക്ക് വരുമ്പോൾ താഴെ മൈ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാറ്റം വരുത്താനും സെറ്റ് ചെയ്യാനും സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അതുപോലെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. കൂടാതെ മോർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സ് ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ IRCTC എന്ന് പറയുന്ന ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ലാതെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ IRCTC ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ IRCTCയിലെ യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കും. ഈ യൂസർ ഐഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ നെയിം തന്നെയാണ് നമ്മുടെ IRCTCയിലെ യൂസർ ഐഡി അഥവാ യൂസർ നെയിമും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇങ്ങനെയാണ് IRCTCയിൽ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.